പക്ഷേ ഈ BJP-യുടെ ആശയങ്ങൾ വലിയ തോതിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുകയാണെന്ന് പറഞ്ഞത്. ഈ BJP-യുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണ്. BJP-യുടെ കേരള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്ത ഒരാളെ LDF-ന്റെ കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്ത് ഇരുത്തുന്നത് ശരിയാണോ? മാത്രമല്ല CPI ദേശീയ സ്പീക്കർ പ്രകാശ് ബാബു അടക്കമുള്ള ആളുകൾ അതിനെ പരസ്യമായി വിമർശനം ഉന്നയിക്കുകയും ഇക്കാര്യത്തിലുള്ള പാർട്ടി ഇല്ല, അത് സംബന്ധിച്ച് എല്ലാം ഉള്ള തീരുമാനത്തിലേക്ക് നമ്മളിപ്പോൾ സംഘടന ഞാൻ പറഞ്ഞില്ലേ, സംഘടനാപരമായിട്ട് അടുത്ത കമ്മിറ്റിയിൽ മാത്രമേ കാര്യങ്ങളൊക്കെ തീരുമാനിക്കൂ. അതിലേക്ക് ഞങ്ങൾ ആ ചർച്ചയിലേക്കും പോയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റുമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്തത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ ചർച്ച ചെയ്ത് ഇതിൻ്റെ എല്ലാം ഒപ്പം ചേർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. അടഞ്ഞ അധ്യായങ്ങൾ പിന്നെ ചർച്ച ചെയ്ത് പറയേണ്ട കാര്യമില്ല. അടഞ്ഞിട്ടില്ല. BJP വിരുദ്ധത അന്നും ഇന്നും ഞങ്ങൾ നയമായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ അദ്ദേഹം ഒരു കാര്യത്തിലും BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടൊന്നുമില്ല. കാര്യം അന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് നമ്മൾ അന്നേ പറഞ്ഞില്ലേ. പിണറായി തന്നെ അതിന് ശരിയായ രീതിയിൽ അതിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയും ചെയ്തു. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മയുണ്ടോ പറഞ്ഞത്? പിണറായി അന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? അല്ല, തിരുത്തിക്കൊണ്ടല്ലേ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. എല്ലാം തിരുത്തിക്കൊണ്ടാണ് പോവുക. ആരൊക്കെ തിരുത്തേണ്ടിയുണ്ടോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് പോകും. അത് ഇന്നയാൾ ഇങ്ങനെ തിരുത്തണം എന്നല്ല ഞങ്ങൾ പറയുന്നത്, മൊത്തം തന്നെയാണ് പറയുന്നത്. അത് ഞങ്ങൾക്കും ബാധകമാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് തിരുത്തലില്ല, ബാക്കി എല്ലാവർക്കുമാണ് തിരുത്തൽ ഞങ്ങൾ പറയുന്നില്ല. എല്ലാവർക്കും തിരുത്തലുണ്ട്. തിരുത്തി മുന്നോട്ടേക്ക് പോകണം. പ്രതിപക്ഷം മുമ്പേ തീരുമാനിച്ചതാണ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന നിലപാടുമായി യോജിച്ചു പോകുന്നതല്ല എന്ന് അവർ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട്. ആ രാഷ്ട്രീയ തീരുമാനമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും നിർവഹിക്കാൻ തയ്യാറില്ല. അതിപ്പോൾ പകർച്ചവ്യാധിയായാലും എന്ത് വ്യാധിയായാലും ഞങ്ങൾക്കത് ബാധകമല്ല എന്ന രീതിയിലാണ് അവരുടെ നിലപാട്. അതും പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ പത്രസമ്മേളനം ഞാൻ പറഞ്ഞാണല്ലോ. അത് പിന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടിയിരുന്നു. അത് അന്ന് ചർച്ച ചെയ്തതിൻ്റെ മേലെ സംഘടനാപരമായി എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയാനാണ് ഈ കമ്മിറ്റി. അല്ലാണ്ട് അതെന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. അതാ പറഞ്ഞത്. ഞാൻ തന്നെ തിരുത്തേണ്ടതൊക്കെ മുഴുവൻ തിരുത്തും തന്നെയാണ് പറഞ്ഞത്. മലയാളത്തിലാണ് പറഞ്ഞത്. ആരൊക്കെയാണോ തിരുത്തേണ്ടവരെല്ലാം തിരുത്തും. അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേരും വെച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ആവശ്യമായ തിരുത്തലുകൾക്ക് വിധേയപ്പെടും.